ഹലോ ഫ്രണ്ട്സ്, ഞാൻ നസ്രിയ. നമ്മൾ ഇന്ന് അടുക്കള മാജിക് റെസിപ്പീസിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പേരക്ക ജ്യൂസാണ്. ഇപ്പോൾ നല്ല ചൂടാണ്, അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല ദാഹമൊക്കെ ഉള്ള നല്ലൊരു ടൈമാണ്. ആ സമയത്ത് നമുക്ക് ജ്യൂസിനോടൊക്കെ ആയിരിക്കും കൂടുതൽ താല്പര്യം. നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഭംഗിയുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള നല്ലൊരു ജ്യൂസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. കാരണം സിമ്പിൾ റെസിപ്പി അല്ലേ, ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെ വീട്ടിൽ സാധാരണ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പേരക്ക കൊണ്ട് ഉണ്ടാക്കുന്ന ജ്യൂസാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിലും തന്നെ കൊടുക്കാൻ പറ്റും. കാരണം കാണാനും നല്ല ഭംഗിയാണ്, പോരാത്തതിന് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുണ്ടാക്കിയാൽ തന്നെ അത്യാവശ്യം ഗസ്റ്റിനൊക്കെ ഒരു 3-4 പേര്, 5 പേരോ 6 പേരൊക്കെ വന്നാലും 2-3 പേരൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുകയും ചെയ്യും. നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 പേരക്കയാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത പേരക്ക തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ വളരെ ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാല് വേണം. ആദ്യം തന്നെ നമുക്ക് പേരയ്ക്കും ബീട്രൂട്ടും തൊലി കളഞ്ഞെടുക്കാം. ഈ പേരക്ക തൊലി കളയാതെ എടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ മരുന്നെല്ലാം അടിച്ച് വരുന്ന പേരക്ക ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ തൊലി കളയുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ ഫ്രഷ് ആയിട്ട് പറിച്ച പേരക്കയാണെങ്കിൽ തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെയും തൊലി കളഞ്ഞെടുക്കണം. ഞാനിവിടെ 2 പേരക്ക, മീഡിയം സൈസിലുള്ള 2 പേരക്ക മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയൊരു കഷ്ണമുള്ള ബീട്രൂട്ട് കൂടെ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് പാല് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം മധുരമുള്ള പേരക്ക തന്നെയാണ്. നിങ്ങൾ ജ്യൂസിൻ്റെ അളവിനനുസരിച്ചിട്ടും അതുപോലെ തന്നെ പേരക്കയുടെ മധുരത്തിനനുസരിച്ചിട്ടും പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബോ അല്ലെങ്കിൽ ഐസ് വാട്ടറോ ഇട്ടിട്ട് ഒന്നുകൂടി അടിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി വന്ന പാല് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് തിക്നെസ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐസ് വാട്ടറോ അല്ലെങ്കിൽ ഐസ് ക്യൂബോ ഇട്ടിട്ട് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതിന് ലാസ്റ്റ് ആയിട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജ്യൂസ് ഇപ്പോൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് എല്ലാം ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. ഇനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.